ഹലോ, ഞാൻ മധുസൂദനൻ കുഞ്ഞമ്പിള്ള വീണ്ടും ഒരു കഥയുമായിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്നു വിചാരിക്കുന്നു. കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ കഥ പഞ്ഞിക്കെട്ടുകൾ. അതെ, പഞ്ഞിക്കെട്ട്, റുയി, കോട്ടൺസ്. ഈ കഥ നടക്കുന്നത് അങ്ങ് ശ്രീനഗറിലാണ്. ശ്രീനഗറിൽ ഞങ്ങൾ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ പാരാമിലിറ്ററിയിലാണ് വർക്ക് ചെയ്തിരുന്നതെന്ന് ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തത് പ്രത്യേക ഒരു ഫാം ഹൗസിലാണ്. അത് കരൺ സിംഗ്, അത് രാജാവാണ്, പഴയ രാജാവായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ഇപ്പോഴും താമസം. ഇടയ്ക്കിടയ്ക്ക് വരും, ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു കമ്പനി ആണ് അവിടുത്തെ ഗാർഡ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ഭീഷണി ഉണ്ടായിരുന്നു. അവിടുത്തെ ഉഗ്രവാദികളൊക്കെ എന്ന് വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കാമെന്നുള്ള സ്ഥിതിയായിരുന്നു ആ സമയത്ത്. ഈ കഥ നടക്കുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പോൾ ഞങ്ങൾ ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഫാം ഹൗസിൽ ഗാർഡ്. അത് കഴിഞ്ഞ് തിരിച്ച് വിമാനം കയറ്റി വിടുന്നവരെ ചിലപ്പം 3 മാസം കാണും, ചിലപ്പോൾ 4 മാസം കാണും, ചിലപ്പോൾ 15 ദിവസം കാണും. അപ്പം കരൺ സിംഗിൻ്റെ ഒരു ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രപഞ്ചമാണ്. അവിടെ ഇഷ്ടംപോലെ ആടുകളുണ്ട്, പശുക്കളുണ്ട്. അദ്ദേഹം കുതിര വളർത്തിയിരുന്നു. പല കൃഷികളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആപ്പിൾ ഇഷ്ടംപോലെ ഉണ്ട്. ആപ്പിൾ നമുക്ക് ഇഷ്ടംപോലെ പറിച്ച് തിന്നാം. ഒരു തടസ്സവും ഇല്ല. നമുക്ക് വേണ്ട സ്വാതന്ത്ര്യമാണ് കമ്പനിക്ക്. നമുക്ക് വേണ്ട ആവശ്യമുള്ള പാലൊക്കെ അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ അതുപോലെ വളർത്തുന്നതിൽ ഒരു സംഭവമായിരുന്നു മുയൽ. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ മുയലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഹവൽദാർ, രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഹവൽദാർ, ഒരു ദിവസം രാവിലെ ഇങ്ങനെ മുയൽ കൂട്ടിലേക്ക് നോക്കിയാണ്. കാരണം മുയലുകളെ കണ്ടാൽ നമുക്ക് വളരെ ഇഷ്ടമാണ്. ചാടി ചാടി നടക്കും. നല്ല ഭംഗിയല്ലേ കാണാൻ. ഒരു സാധു ജീവിയാണ്. അപ്പോൾ അതിൻ്റെ ചുവന്ന കണ്ണും അതൊക്കെ കണ്ട് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാജാവ് പുറകെ കൂടെ വരുന്നത്. ഇത് രാജേന്ദ്രൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഇതിന് ശബ്ദം കിട്ടാം. മേജർ, എന്താണ് നിങ്ങൾ നോക്കുന്നത്? മുയലുകളെ ഇഷ്ടപ്പെട്ടോ? അപ്പം സാർ, ഞാൻ വെറുതെ നോക്കിയാണ്, ഇഷ്ടപ്പെട്ടു, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെല്ലാം ഇറച്ചി കഴിക്കുന്ന ആളല്ലേ, വേണമെങ്കിൽ ഇതിൽ നിന്ന് നല്ലൊരു മുയൽ പിടിച്ചോളൂ, കൊണ്ടുവന്ന് കറി വെച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം രാജേന്ദ്രൻ മേജറിന് സന്തോഷമായി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ പിയും പിന്നെ കുറച്ച് സ്റ്റാഫുമായിട്ട് അങ്ങ് മാറിയപ്പം മുയൽ നോക്കുന്ന ആൾ വന്നിട്ട് ചോദിച്ചു, രാജേന്ദ്രൻ മേജർ ഏത് മുയൽ വേണം? അപ്പം ഇത്തിരി സൈസുള്ള നല്ല തൊടുത്തൊരു മുയലിനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ മുയൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ മുയലും കൊണ്ട് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ ബാരക്കിലേക്ക് വരികയാണ്. അപ്പം ഈ കമ്പനിയിലാണെങ്കിലും പ്ലാറ്റൂണായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പം ഓരോ പ്ലാറ്റൂണും ഓരോ സ്ഥലത്താണ് കിടക്കുന്നത്. വലിയ വിശാലമായതായുണ്ട്. അപ്പോൾ അത് ഈ ഒരു പ്ലാറ്റൂണെന്ന് പറഞ്ഞാൽ ഒരു 19-20 പേര് വരും. കുറച്ചൊരു ലീവിൽ പോകും. എന്നാലും ഒരു 15-16 പേര് കാണും. ഒരു SI ആയിരിക്കും അതിൻ്റെ ചാർജ്. പെട്ടെന്ന് മുയൽ കിട്ടിയപ്പോഴത്തെ വലിയ സന്തോഷമായി. കറി വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ തട്ടിക്കൂട്ടി. കാരണം മെസ്സ് അല്പം അകലെയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ഇറച്ചിയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിയെല്ലാം എന്ത് കറി വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാനുള്ള, ഒഫീഷ്യലി അല്ല അൺഒഫീഷ്യലിയാണ്, നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം. അങ്ങനെ മുയൽ തന്നെ കറി വയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. ഉടനെ അപ്പോൾ അതിൻ്റെ കണ്ടിമെൻസൊക്കെ വേണമല്ലോ. മുളകും അത് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു പയ്യൻ പുറത്ത് പോയി ഉള്ളി അത് ഇതൊക്കെ വാങ്ങിച്ച് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉത്സവ പ്രതീതി. മുയലിനെ തട്ടിയിട്ടില്ല, അതുണ്ട്. ബാരക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ഇറച്ചിയും കൂട്ടി. അപ്പം പലർക്കും പല പ്ലാനും വരും. അല്പം മദ്യപിക്കുന്നവർക്ക് മദ്യമൊക്കെ അപ്പോൾ അറേഞ്ച് ചെയ്ത് കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പം വളരെ സന്തോഷമാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഒരു യൂണിറ്റിൽ നിന്ന് ഒരു വയർലെസ് മെസ്സേജ് വന്നു. പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് ക്ലോസ് ചെയ്യണം. നിങ്ങളെ റിലീവ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ കാശ്മീർ പോലീസ് വരെയാണ്. കാശ്മീർ പോലീസിൻ്റെ പ്ലാറ്റൂൺ വരുമ്പോൾ നമ്മൾ ഒഴിയണം. അപ്പോൾ എന്താണ് കാരണം, ഏതാണ് കാരണമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, പ്രതീക്ഷിക്കാതെ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോഴത്തേക്ക് അതിന് മുയലിറച്ചിയും കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു 11-11:30 ഈ മെസ്സേജ് പറഞ്ഞത്. ഉടനെ ഞങ്ങൾ വാരിക്കോരിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഹവൽദാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമുക്ക് കമ്പനിയെ യൂണിറ്റ് ഹെഡ്ക്വാർട്ടർ ചെന്നിട്ട് നമുക്കിതിനെ കഴിക്കാം, ഈ ഒരു ചാക്കിൽ പിടിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അരിഞ്ഞ ഉള്ളി ഒരു പ്ലാസ്റ്റിക്കിൽ എടുത്തിട്ടുണ്ട്. ബാക്കി ഇതിനെ ഒരു ചാക്കിലിട്ട് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് യൂണിറ്റിൽ നിന്ന് വണ്ടി വന്ന് ഈ ചാക്കും നമ്മുടെ സാധനങ്ങളെല്ലാം കയറി അങ്ങ് യാത്ര തിരിക്കുകയാണ്.
കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് ഒരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് അപ്പോൾ ഞങ്ങളുടെ നിന്നപ്പോൾ ആൾറെഡി അവിടെ ജംഗ്ഷനിൽ എല്ലാവരും യൂണിറ്റിൽ ഒരുപാട് പേര് കാത്തു നിൽക്കുകയാണ്, ഒരുപാട് വണ്ടികൾ. അപ്പോൾ അവർ പറയാണ് നമുക്ക് യൂണിറ്റ് ഹെഡ് ക്വാർട്ടറിൽ പോകണ്ട, നേരെ വിട്ടോളൂ എയർപോർട്ടിലേക്ക്. എയർപോർട്ടിൽ ഒന്ന് പോയിട്ടപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. യൂണിറ്റിൽ ചെന്ന് നമുക്കിത് ഇറച്ചി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ എയർപോർട്ട് എല്ലാ വണ്ടികളും. അപ്പോൾ അവിടെ ഈ മൊയിലിൻ്റെ കാര്യമൊക്കെ വിസ്മരിച്ച് എന്താണ് പ്രശ്നമാണ്. അപ്പോഴാണ് നമ്മൾ അറിയണത് അത് ഈ സമയത്താണ് നമ്മുടെ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി മരിച്ചതിൻ്റെ തലേ ദിവസമാണ്, മരിച്ച കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഈ സംഭവിക്കുന്നത്. അപ്പം രാജീവ് ഗാന്ധി മരിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ യൂണിറ്റിൻ്റെ ഈ പാരാമിലിറ്ററികളുടെ ആവശ്യം പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് വന്നു. കാരണം അവിടെ ഒരുപാട് തമിഴന്മാരെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരെ കൊല്ലും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ വെച്ച് ഒരു നേതാവ് പ്രൈം മിനിസ്റ്റർ മരണപ്പെടുകയല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദുഃഖമുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്, രാജീവ് ഗാന്ധി മരിച്ചല്ലോ എന്ന്. പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് യാത്ര തിരിക്കാൻ ഡക്കോട്ട എന്നുള്ള ഒരു വാഹനമാണ്. ഡക്കോട്ട എന്ന് പറഞ്ഞാൽ അത് വണ്ടികൾ കയറാം, അന്നത്തെ കാലത്ത് ഗ്യാസൊന്നുമല്ല, തടിയൊക്കെ വിറവൊക്കെയാണ്. വിറവും ഇത് വണ്ടികളെല്ലാം കയറും, ആൾക്കാരെല്ലാം കയറ്റിയിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ടിട്ട് അതിലൊരു വലയിട്ടിട്ട് വലയുടെ പുറത്ത് പിടിച്ചിരുത്തി അപ്പോൾ കുറച്ച് പേർക്ക് സീറ്റ് കിട്ടും, 4 സീറ്റിനും കുറച്ചിരിക്കാം, ബാക്കി എല്ലാവരും ഇതിൻ്റെ പുറത്താണ്. അങ്ങനെ നമ്മളത് ഒരു പ്രതീക്ഷിക്കാതെ ഒരു പ്ലെയിൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോൺസ്റ്റബിൾ ഇടയ്ക്ക് ചാക്ക് തുറന്നു നോക്കിയപ്പോൾ ഈ മുയലാകപ്പാടെ പേടിച്ചിരിക്കുക, മൂത്രമൊക്കെ ഒഴിച്ചിരിക്കുന്നു, നനവൊക്കെ അടിച്ചിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര അത് നടത്താൻ ഇരുട്ടിൽ അതിനൊരു അനക്കമൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്താണ് എവിടെയാണെന്ന് അതിനറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ എല്ലാം വിസ്മരിച്ചു ഇതിൻ്റെ കാര്യം, അത് മയിലിൻ്റെ കാര്യം, അതങ്ങനെ പോയി. അങ്ങനെ വളരെ ദീർഘയാത്ര ചെയ്ത് ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങുകയാണ്. ചെന്നൈയിൽ ഇറങ്ങി നേരെ പൂനമല്ലി ജയിലിലാണ് നമ്മളൊക്കെ ഉള്ള അക്കോമഡേഷൻ. അപ്പോൾ ആ പൂനമല്ലി ജയിലിൽ പോയി ചെന്ന് ഉടനെ തന്നെ ഡിപ്ലോയ് ചെയ്തു എല്ലാം റോഡുകളിൽ. അങ്ങനെ 4-5 ദിവസം ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. ഡ്യൂട്ടി ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നു. അപ്പോഴും സമാധാനമായി, വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല, വലിയ ആക്രമണമൊന്നും ഉണ്ടാവാതെ അത് തീർന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പം വീണ്ടും മൊയിൽ. അപ്പോൾ യാത്ര ചെയ്ത് വന്ന് മൊയിൽ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ കിടക്കുമ്പോൾ ഇനി എന്തായാലും കമ്പനി കമാൻഡർ അറിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം കമ്പനി കമാൻഡർ, റൈറ്റർ, ബാക്കി നമ്മുടെ പ്ലാറ്റൂണിലുള്ള എല്ലാവരും കൂടെ ഇതിനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് സംഭവം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ചയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ചൊവ്വാഴ്ചയിൽ നോർത്ത് ഇന്ത്യക്കാർ ഇറച്ചി കഴിക്കാറില്ല, മംഗളവാരം കഴിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബുധനാഴ്ച ആവട്ടെ, ബുധനാഴ്ച ഇതിനെ തട്ടാമെന്ന് പറഞ്ഞ് പ്ലാനിട്ട് അന്ന് ചൊവ്വാഴ്ച കഴിഞ്ഞു. ബുധനാഴ്ച രാവിലെ നോക്കിയപ്പോഴാണ് നമുക്ക് അതിശയമായി, ആ മുയൽ പ്രസവിച്ചു 5-6 കുഞ്ഞുങ്ങൾ. അത് വണ്ണം ഉണ്ടായിരുന്നു, അത് ഗർഭിണിയായിരുന്നു. അപ്പം ചൊവ്വാഴ്ചയാണെങ്കിൽ അതിനെ നമ്മൾ കൊന്നിരുന്നെങ്കിൽ വലിയൊരു ദുഃഖത്തിലേക്ക് മാറിയാണ്. കാരണം ഒരു ഗർഭിണിയെ കൊല്ലുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളും കൂടെ ആകുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരവസ്ഥയാണ്. ഈ കുഞ്ഞ് ജനിച്ച ഉടനെ ആൾക്കാരെ മൂടെ മാറി, അതിനെ കഴിക്കണമൊന്നുമില്ല. അത് അവസാനം ആ മുയലുകൾ അങ്ങനെ വളരെയാണ് അവിടെ. അങ്ങനെ ഇരുന്ന് മുയലുകൾ വളർന്ന് അത് ഭയങ്കര സന്തോഷപൂർവ്വം അത് പെറ്റ് പെരുകണ സാധനമാണ്. പെട്ടെന്ന് മുയലുകൾ പെറ്റ് പെരുകി 35 മുയലുകൾ വരെ ആയി. അപ്പം മാസങ്ങളോളം കഴിഞ്ഞു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കിടക്കുകയാണ്, ഡ്യൂട്ടിയും ചെയ്തിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ മുയലുകളൊക്കെ വരും ഇങ്ങനെ കാര്യപ്പോൾ അവസാനം ഈ കമ്പനിയിലെല്ലാം ഓടി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോന്നിൻ്റെ ഓരോ പേരിട്ടിരിക്കുകയാണ്, സ്വന്തം മക്കളെ പേര്, ചില സോമൻ, സുമതി, അങ്ങനെ ഓരോന്നും വിളിക്കുകയാണ്. ഈ കട്ടിലിൻ്റെ അടിയിൽ കാണും, ഓഫീസിൽ കാണും, അങ്ങനെ ഓടി നടക്കുകയാണ് മുയലുകൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കഥയ്ക്കകത്ത് ഒരു വില്ലൻ വേണമല്ലോ. അങ്ങനെ വില്ലൻ വരുവാണ്. ആരാണ്? IG സാറ്. IG കാർത്തികേയൻ സാറ് പെട്ടെന്ന് അവിടെ ആ പൂനമല്ലി ജയിലിൽ വിസിറ്റ് ചെയ്യണം. അവിടെ പെട്ടെന്നാണ്, നാളെ വിസിറ്റ് ചെയ്യുന്നു, തലേദിവസമാണ് അറിയണത്. അപ്പോഴാണ് ഈ മുയലുകൾ ഒരു പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ലാൻസ് നായിക് ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം, പൂനമല്ലി ജയിലിൽ ഒരുപാട് സെല്ലുകളുണ്ട്. ഏതെങ്കിലും ഒരു സെല്ലിനകത്ത് ഈ മുയലുകളൊക്കെ പിടിച്ചിട്ടിട്ട് പുറത്ത് മുന്നിൽ ഈ ഡബ്ബകൾ വയ്ക്കാം. ഡബ്ബ എന്ന് പറഞ്ഞാൽ ഈ ട്രങ്കും ഇതൊക്കെ വച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. മുയലുകൾ ശബ്ദിക്കാതെ അവിടെ കിടന്നോളും. അപ്പം കമ്പനി കമാൻഡർ പറഞ്ഞാൽ അത് കൊള്ളാം ഐഡിയ. കാരണം
ഏതെങ്കിലും ജീവിയെ ക്യാമ്പിൽ വളർത്താൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ വളർത്തി ചിലപ്പം ഇഷ്ടപ്പെടും. ചില വിസിറ്റിംഗ് ഓഫീസർക്ക് മൂഡ് പോലെ ഇരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പം ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ എന്തായാലും ഒരു വിസിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ പോകുമല്ലോ. അപ്പോൾ അതിനകത്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പുറത്തിറക്കാമെന്ന് പറഞ്ഞ് ഈ മയിലുകളെല്ലാവരും ഒരു കൂട്ടിനകത്തിട്ടിട്ട് പുറത്തിങ്ങനെ അത് കാണാത്ത രീതിയിൽ പാത്രങ്ങളും ടിന്നുകളെല്ലാം വെച്ച് ക്ലോസ് ചെയ്ത് അങ്ങനെ ഇരിക്കണം. അപ്പം വിസിറ്റൊക്കെ ഭംഗിയായിട്ട് നടന്നു. അത് ഈ മുയലുകളുടെ പ്രത്യേക സ്വഭാവമുണ്ട്. ഇതെന്ത് ചെയ്തെന്ന് അറിയാമോ? പെട്ടെന്ന് പിടിച്ച് ഇതിനകത്ത് ഇട്ടപ്പോൾ ഇതിനൊരു പേടി തോന്നി. ഇത് തുരക്കാൻ തുടങ്ങി, തറ തുരന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവസാനം അജി സാറ് പറഞ്ഞ് ഇനി ജവാന്മാരുമായിട്ട് സംസാരിക്കണം, ഫാളിൻ ചെയ്യാൻ പറയും. ഫാളിൻ ചെയ്യാനൊരു വിസിലടിക്കുക, എല്ലാവരും ചെന്ന് നിൽക്കും, റാങ്ക് അനുസരിച്ച് നിന്നോളും. അപ്പോൾ ഒരു അറ്റൻഷൻ നിൽക്കും. അപ്പോൾ അയാൾ പറയും വിശ്രാം പറഞ്ഞ് അയാൾക്ക് പറയാനുള്ളത് പറയും. അങ്ങനെ അജി സാറ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവണത്. ഈ മുയലുകൾ വരിയായിട്ട് പുറത്ത് ചാടി ഓഫീസിലും അവിടെ ഇവിടെ ഓടി നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. നോക്കിയപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഇതെല്ലാം കൂടെ പരന്ന് ഓടി ആൾക്കൂട്ടത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരിക. കമ്പനി കമാൻഡർ വിറച്ചുപോയി. IG ആണെങ്കിൽ അന്തം വിഴയാണ്. ഇതെന്താണ് പഞ്ഞിക്കെട്ടുകൾ മാതിരി ഇങ്ങനെ വരയാ. ഓടി വന്ന് കയറിയപ്പോഴാണ് IG ചോദിക്കുന്നത് ഇതാരാ, ഇതെന്താ? അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഒരു യാദൃച്ഛയായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ വന്നാൽ മുയലുകൾ വളർത്താൻ വന്നാൽ അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. എനിക്കറിയേണ്ട ആവശ്യമില്ല, എൻ്റെ ഞാൻ ബെൽറ്റ് ഊരുമെന്ന് പറഞ്ഞു. അത് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പേടിപ്പെടുത്തിയിട്ട് പറഞ്ഞു ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒറ്റ മുയലിവിടെ കാണല്ലേ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമായിരുന്നു. ഈ മുയലുകൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ലാൻഡ് സായിക്കിൻ്റെ ദേഷ്യം വന്നുകൂടാ. നീ നിൻ്റെ ഉപദേശം കേട്ട് ഞാനിത് ചെയ്തപ്പോൾ എന്നെപ്പെട്ടു, എൻ്റെ ജോലി പോകുമല്ലോ എന്നുള്ള അവസ്ഥയായി കമ്പനി കമാൻഡർ. ലാസ്റ്റിൽ എന്ത് ചെയ്തു? ഇനി ഒരു നിവൃത്തിയില്ല. അപ്പം ഈ മുയലുകളെ എന്ത് ചെയ്യാം? വിൽക്കാൻ പറഞ്ഞാൽ ആര് വാങ്ങും? അപ്പോൾ കമ്പനി കമാൻഡർ എന്തോ ആവട്ടെ, ഈ എല്ലാ മുയലുകളെയും ഡിസ്പോസ് ചെയ്യണം, ആരെങ്കിലും കൊണ്ടുപോട്ടെ. അപ്പം റോഡിലിറങ്ങിയിട്ട് അവിടുത്തെ തമിഴ്നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ മുയലുകൾ വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ്. സിവിലിയൻസിന് ഭയങ്കര ഹാപ്പിയായി. അവർ ഓടി വന്നു കൈ കിട്ടിയ മുയലുകളങ്ങ് പിടിച്ചു പോകണം. സ്വന്തം ഈ സുമയും ഗോപിയും സന്തോഷവും ഒക്കെ എങ്ങനെ പോണത് നോക്കി നിൽക്കുകയാണ്. ജവാന് സങ്കടപ്പെട്ട് നോക്കി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ മുയലുകളും 10-15 മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെട്ടു. അന്ന് വൈകുന്നേരം ആർക്കും ആഹാരം കഴിക്കാൻ തോന്നിയില്ല. തൻ്റെ പൊന്നോമലകളെ പോലെ വളർത്തിയ മുയലുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ജവാൻ നമുക്ക് തോന്നും ഭയങ്കര ടഫാണ്, അവർ വെടിവെക്കും, കൊല്ലും. എങ്കിലും അതിനകത്ത് ആ സ്നേഹം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അതും വീട്ടിൽ നിന്ന് മാറിക്കഴിയണവർ ഇതുപോലത്തെ ജീവികളെയും ജന്തുക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചുരുക്കം പറഞ്ഞാൽ ആ പഞ്ഞിക്കെട്ടുകൾ അപ്രത്യക്ഷമായി. അന്ന് ഉണ്ടാക്കിയ ചപ്പാത്തിയും ദാലുമൊക്കെ അങ്ങനെ ഇരുന്നു, ആരും കഴിച്ചില്ല. അത് വല്ലാത്തൊരു സംഭവമാണ്. എത്ര വർഷം കഴിഞ്ഞാലും ആ മുയലുകൾ അത് മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നു. ഇനി വേറൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. മധുസൂദനൻ കുഞ്ഞമ്പിള്ള. നമസ്തേ.